ഇത് കണ്ട ഒരു പഴക്കട തുടങ്ങാനുള്ള ഫ്രൂട്ട്സ് കൊണ്ടാണ് നമ്മൾ പോണേട്ടാ. ഇനിതേ നമ്മുടെ ഫ്രൂട്ട്സ് ഒക്കെ നമ്മുടെ അങ്കത്തട്ടിലേക്ക് കൊണ്ടുപോവാണ്. അമ്പോ നല്ല സേഫ് ആയിട്ട് എടുത്ത് വെച്ചോ. ഹായ് മച്ചാമാർ, എല്ലാവർക്കും ഇൻഫോട്ടിക്കിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മളുടെ ഇന്നത്തെ പരിപാടി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന് നമ്മൾ വലിയൊരു ഫ്രൂട്ട് ജെല്ലി കേക്ക് ഉണ്ടാക്കാൻ പോവാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഒരുപാട് ഫ്രൂട്ട്സ് കൊണ്ടുവന്നിട്ടുണ്ട്. ഇത് പക്ഷേ ഫ്രൂട്ട്സ് അല്ല കേട്ടോ, ഇത് ഫ്രൂട്ട് അല്ല. ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അടിപൊളി ഒരു സാധനമാണ്. ഇത് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റുന്നത് കണ്ട നമ്മുടെ പായൊക്കെ പോലെ ഇങ്ങനെ വെളുത്തിരിക്കുന്ന ഒരു ഐറ്റമാണ്. ഇതിൻ്റെ പേരെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പേര് പറഞ്ഞാൽ കുറേ പേർക്ക് അറിയാൻ പറ്റും. ചൈന ഗ്രാസ് എന്ന് പറയും. അതുപോലെ തന്നെ അഗർ അഗർ എന്നൊക്കെ അറിയപ്പെടുന്ന ഒരു സാധനമാണ്. സംഭവം കടലിൻ്റെ അടിയിൽ ഉണ്ടാവുന്നത് കേട്ടോ. കടലിൻ്റെ അടിയിൽ ഉണ്ടാകുമ്പോൾ ഒരു വേറെ കളറായിരിക്കും. പിന്നെ അതിനെ പ്രോസസ്സ് ചെയ്തെടുക്കുന്നതാണ്. അപ്പോൾ ഇത് ആണ് നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ്. അതിൻ്റെ കൂടെ തന്നെ ഇത്രയധികം ഫ്രൂട്ട്സ് വരുന്നുണ്ട്. അപ്പോൾ ഫ്രൂട്ട്സ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വെറൈറ്റി സാധനങ്ങളാണ്. ഫ്രൂട്ട്സ് ഒരു സൈഡിൽ നിന്ന് തുടങ്ങിയ ഷമാമുണ്ട്, നമ്മുടെ തണ്ണിമത്തൻ, അതുപോലെ തന്നെ പപ്പായ ഉണ്ട്, കിവി ഉണ്ട്. ഇത് നോക്കിയാൽ നമ്മുടെ പോമോഗ്രാനൈറ്റ്, മാങ്ങ, ഡ്രാഗൺ ഫ്രൂട്ട് 2 തരം ഉണ്ട് കേട്ടോ. വെള്ളയുണ്ട്, ചുമപ്പുണ്ട്, ഓറഞ്ച് ഉണ്ട്. അതുപോലെ തന്നെ ഇവിടെ നോക്കുകയാണെങ്കിൽ സ്ട്രോബെറി വരുന്നുണ്ട്, നമ്മളുടെ പച്ചമുന്തിരി, കറുത്ത മുന്തിരി, അങ്ങനെ ഒരുപാട് ഐറ്റംസ് ഉണ്ട്. അപ്പോൾ ആദ്യം ഇവരെയൊക്കെ നമുക്കൊന്ന് കഴുകി കുട്ടപ്പനാക്കി എടുക്കണം. അപ്പോൾ ഇത് നമ്മുടെ ഫ്രൂട്ട്സ് ഒക്കെ കഴുകിയെടുക്കാനുള്ള പരിപാടി നോക്കുകയാണേ. മാങ്ങ, മാതള നാരങ്ങ. ഇനി ദൈവന്മാരെ നല്ലോണം ഒന്ന് കഴുകി നല്ല സുന്ദര കുട്ടപ്പന്മാരാക്കി എടുക്കണം കേട്ടാ. ഇനി നമ്മുടെ മുന്തിരി കഴുകിയെടുക്കാം. അപ്പോൾ നമ്മുടെ മുന്തിരി കഴുകിയെടുത്തേ. ഇത് നമ്മുടെ പച്ചമുന്തിരി. സ്ട്രോബെറി നോക്കി, നല്ല ഭംഗിയുള്ള സ്ട്രോബെറികളാട്ടാ. അതന്നെടാ. അമ്പോ തണ്ണിമത്തനൊക്കെ ഒടിച്ചെടുക്കാം. ഒടിച്ച് നമ്മൾ ഫ്രൂട്ട്സുകൾ ഓരോന്നായിട്ട് കട്ട് ചെയ്ത് റെഡിയാക്കാനുള്ള പരിപാടിയാണേ. നല്ല പഴുത്ത സ്ട്രോബെറി ഇട്ടാ. അപ്പോൾ ഇതിൻ്റെ കട നമുക്ക് അടുക്കുള്ള കണ്ടാ, നല്ല പഴുത്തിരിക്കുകയാണ്. കണ്ട നെടുക്ക് അങ്ങനെ മുറിക്കുക, നല്ല ഭംഗിയായിട്ട് മാറ്റി വയ്ക്കുക. ഇത്തവണ നല്ല സ്ട്രോബെറി ആയിട്ട് കിട്ടിയിരിക്കുന്നത്. മിക്കവാറും നമ്മൾ സ്ട്രോബെറി എടുക്കുമ്പോൾ നമുക്ക് കുറേ അതിൽ കേട് വരാറുണ്ട്. പക്ഷേ ഇത്തവണത്തെ നല്ല സീസൺ ടൈമാണെന്ന് തോന്നുന്നു. നല്ല വലിപ്പമുള്ള നല്ല സ്ട്രോബെറികൾ. വെയിൽ അങ്ങോട്ട് കയറി വരാട്ടാ. നമ്മളിന്ന് വെയിലുണ്ടാവില്ല എന്നാണ് വിചാരിച്ചത്. പക്ഷേ ഇന്ന് ഒട്ട് ജാതി വെയിലും ചൂടും കൂട്ടാ. ഷമാമ ഉണ്ടോ, നല്ല മത്തങ്ങയുടെ വലിപ്പത്തിലാണ്ടിരിക്കണേ. ശരിക്കും ഇതിൻ്റെ ഉള്ളിൽ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മത്തങ്ങയൊക്കെ പോലെ തന്നെ തോന്നും കേട്ടോ നമുക്ക്. അപ്പോൾ അതേ പച്ചമുന്തിരിയും കറുത്ത മുന്തിരിയും ഉണ്ട് കേട്ടോ. ഇനി നമ്മുടെ ഷമാമ് അരിഞ്ഞ് സെറ്റാക്കാം. നമ്മുടെ ഓരോ ഫ്രൂട്ട്സും നമുക്ക് ഇതേപോലെ തന്നെ കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ സമയം അത്യാവശ്യം എടുക്കണ പരിപാടിയാട്ടത്. ഇപ്പോൾ ഇവിടെ ഷമാമ അരിയുമ്പോൾ അവിടെ ദേ പപ്പായ അരിയാണ്. അതിൻ്റെ അപ്പുറത്ത് ദേ 2 സൈഡിലായിട്ട് പച്ചമുന്തിരിയും കറുത്ത മുന്തിരിയും സെറ്റാക്കിക്കൊണ്ടിരിക്കുകയാണ്. കൊല്ലങ്ങ മുന്തിരിങ്ങ. ആ മുന്തിരി ഒക്കെ ശരിക്കും നമ്മുടെ ക്രിസ്മസ് മുന്തിരി ഇല്ലേ, അതുപോലെ ഇരിക്കണേ. ഇതേ കണ്ട നമ്മുടെ പപ്പായ നോക്കിയാൽ നല്ല റെഡ് ലേഡി പപ്പായ കേട്ടോ. നല്ല പഴുത്തതാണ്, നല്ല മധുരമായിരിക്കുള്ളൂ. ഹെൽത്തിനൊക്കെ ഭയങ്കര ഗുണമുള്ള സാധനമാണ് നമ്മുടെ പപ്പായ. ഇനി ഡ്രാഗൺ ഫ്രൂട്ടാണ് മക്കളെ. ഡ്രാഗൺ ഫ്രൂട്ട് ഇത് വെള്ളയാണ് കേട്ടോ. നമ്മൾ ചുമപ്പണമെന്ന് വിചാരിച്ച ആദ്യത്തെ, പക്ഷെ ഇത് വെള്ളമായിരുന്നു. കണ്ട, ഇവനെ നമ്മൾ ഇങ്ങനെ തൊലി പൊളിച്ചെടുക്കുക. ഓ ഇത് ചുമപ്പാട്ടോ.
2 ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ വ്യത്യാസം നോക്കി. ഇത് വെള്ള, ഇത് ചുമപ്പ്. സൈസും വ്യത്യാസമുണ്ട് കേട്ടോ. ഇത് നോക്കി നല്ല കട്ടും ചുമപ്പാണ്, ഇത് വെള്ള. കണ്ട ഉടുപ്പ് ഊരിപ്പോണ്ട പോലെ ഊരിപ്പോന്. നല്ല കടും ചുവപ്പ് ഡ്രാഗൺ ഫ്രൂട്ടിനെ നമ്മൾ കഷ്ണങ്ങളാക്കുകയാണ്. ഇനി ഇതേ വെള്ള ഡ്രാഗൺ ഫ്രൂട്ട് ആട്ടാ. അതിൽ ശരിക്കും നമുക്ക് കുരുവൊക്കെ ഇങ്ങനെ കാണാൻ പറ്റും. ശരിക്കും നമ്മുടെ എള്ളില്ലേ, എള്ളിങ്ങനെ വെളുത്ത് നിൽക്കണം ഡ്രാഗൺ ഫ്രൂട്ടിൽ ഇങ്ങനെ തെളിഞ്ഞിക്കണ പോലെയുണ്ട് കാണുമ്പോൾ. അങ്ങനെ നമ്മുടെ ഡ്രാഗൺ ഫ്രൂട്ട് അരിഞ്ഞു കഴിഞ്ഞ് അപ്പോൾ അതിന് നമ്മുടെ മാങ്ങേൻ്റെ തൊലികളാണ് പരിപാടി കേട്ടാ. അപ്പോൾ ആദ്യം നമ്മൾ മാങ്ങയുടെ തോലിങ്ങനെ ചെത്തിക്കളയാം. മാങ്ങ ചെത്തൽ നമ്മുടെ മാങ്ങക്കുട്ടനെ ഇനി ചെറിയ ചെറിയ പീസാക്കി എടുക്കാം കേട്ടാ. നമ്മുടെ ഓറഞ്ച് കൂട്ടനെ ഉണ്ട് സെറ്റാക്കുന്നത്. അത് 2 സൈഡിൽ നിന്ന് ചെത്തി നമ്മൾ ചെറിയൊരു വരയിട്ടിട്ട് ആദ്യം തോല് നമ്മൾ പൊളിച്ചെടുക്കുകയാണ്. ഇനി നമ്മുടെ കിവിയാണ് കേട്ടോ. അപ്പോൾ കിവി മോനെ നമ്മൾ തൊലി കളഞ്ഞെടുക്കണേ. തൊലിയൊക്കെ ചെത്തി കഴിയുമ്പോൾ കണ്ടാൽ നല്ല സുന്ദര കുട്ടപ്പനായിട്ട് കിട്ടും. ഇനി നമ്മുടെ കിവി പഴത്തിനെ ഇങ്ങനെ വട്ടത്തിൽ അരിഞ്ഞെടുക്കാം നമുക്ക്. അങ്ങനെ നമ്മുടെ അരിഞ്ഞ കിവീനെ മാറ്റി വയ്ക്കാം കേട്ടോ. ഇനി ഇത് നമ്മുടെ പോമോഗ്രാനൈറ്റ് ആട്ടാ. അങ്ങനെ വെച്ചാൽ വരെ കുറച്ച് നേരം വരെ തൊലിയൊക്കെ ഉണ്ടായിരുന്നു. നമ്മുടെ പഴങ്ങളുടെ തൊലിയൊക്കെ കളഞ്ഞത് കട്ട് ചെയ്ത് നല്ല സുന്ദര കുട്ടപ്പന്മാരാക്കി ഇത് നമ്മളിവിടെ നിരത്തി വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഇനി ഇവനിവിടെ ഇരിക്കട്ടെ, നമ്മുടെ ബാക്കി ജെല്ലി കേക്ക് ചെയ്യാനുള്ള പരിപാടി എന്താണ്, അതിന്റെ സീക്രട്ട് നമുക്ക് സെറ്റ് ആക്കിയാലോ. അപ്പോൾ നമ്മുടെ ജെല്ലി ഉണ്ടാക്കാനുള്ള മെയിൻ ഐറ്റമാണ് ഈ കാണുന്ന നമ്മളുടെ ചൈന ഗ്രാസ്. അപ്പോൾ നമ്മൾ ഈ ചൈന ഗ്രാസിനെ ഇനി നേരെ ഇതിലേക്ക് തട്ടി കൊടുക്കുകയാണേ. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് വേണ്ട മധുരത്തിനുള്ള പഞ്ചസാര നമ്മൾ ഇട്ട് കൊടുക്കുകയാണേ. ഇനി ഇതൊന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കട്ടെ നമുക്ക്. സംഭവം നോക്കി ചെറുതായിട്ട് ഇങ്ങനെ ചീർത്ത് വരുന്നുണ്ടേ. നമ്മളിത് പതിയൊന്ന് ഇളക്കി കൊടുക്കുകയാണേ. നമ്മൾ ഇട്ടപ്പോൾ ഇത് കുറച്ചുണ്ടായുള്ളെങ്കിലും ഇത് ചീർത്ത് വരുന്നുണ്ട് നമ്മുടെ നൂഡിൽസൊക്കെ പോലെ. അങ്ങനെ നമ്മൾ ഇളക്കി അത്യാവശ്യം നമ്മളുടെ ചൈന ഗ്രാസ് വെള്ളത്തിൽ അലിഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. ശരിക്കും അലിഞ്ഞ് ഇത് കാണാൻ പറ്റാത്ത അവസ്ഥയിൽ എത്തണോട്ടാ. അപ്പോൾ നമ്മുടെ ചൈന ഗ്രാസ് നല്ല രീതിക്ക് അലിഞ്ഞു തുടങ്ങി. ഇനി കുറച്ചും കൂടി മുകളിൽ അലിയാണ്ട് കിടക്കുന്നുണ്ട്. അതുകൂടി അലിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇവനെ ഇറക്കി വെക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ ചൈന ഗ്രാസൊക്കെ നല്ല രീതിക്ക് ഇതിൽ അലിഞ്ഞു ചേർന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മുടെ പഞ്ചസാരയും ചൈന ഗ്രാസും കൂടി നമ്മൾ മിക്സ് ചെയ്തുണ്ടാക്കിയ ഈ മിക്സാണ് നമുക്ക് ആവശ്യമുള്ളത്. ഇവനെ കൊണ്ടുപോയിട്ട് നമ്മൾ പണി തുടങ്ങുകയാണ്. അപ്പോൾ നമ്മുടെ പാത്രം, കേക്ക് ഉണ്ടാക്കാനുള്ള പാത്രം നമ്മളിവിടെ ഓൾറെഡി സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമ്മളിത് നമ്മുടെ ചൈന ഗ്രാസ് കലക്കിയ വെള്ളം ഒരു ലെയർ അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കുക. ഇനി അരിഞ്ഞു വെച്ചിരിക്കുന്ന ഫ്രൂട്ട്സ് ഓരോന്നായിട്ട് നമ്മൾ ഇട്ട് കൊടുക്കാൻ പോവാണ്. നമ്മുടെ കിവിന്നാണ് നമ്മൾ തുടങ്ങുന്നത്. അപ്പോൾ നമ്മുടെ കിവിപ്പഴം നമ്മൾ ഓരോന്നായിട്ട് വെച്ച് സെറ്റ് ചെയ്ത് കൊടുക്കുകയാണ് ഇവിടെ. അപ്പോൾ നമ്മുടെ സ്ട്രോബെറി ആണ് ഇനി ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. ഇത് നമ്മുടെ ചുവന്ന ഡ്രാഗൺ ഫ്രൂട്ടാണേ. ഇതാണ് നമ്മുടെ കളറിൻ്റെ ആശാൻ. നമ്മൾ കുറച്ചിട്ട് കൊടുക്കാം കേട്ടോ. നമ്മുടെ പോമോഗ്രാനൈറ്റ് കണ്ടത് നല്ല വട്ടത്തിലറിഞ്ഞ ഓറഞ്ചാണേ. കറുത്ത മുന്തിരിങ്ങ കേട്ടാ, പച്ചമുന്തിരി, പപ്പായ ഉണ്ട, പപ്പായ, ഷമാമാണ് ഷമാമ്.
ഇനി നമ്മുടെ തണ്ണിമത്തനെ, ഇനി നമ്മുടെ മാങ്ങ ഇട്ട് കൊടുക്കാട്ടോ. അപ്പോൾ അതെ നമ്മൾ ഇനി ചടപെടാവുന്ന പരിപാടി. നേരെ നമ്മൾ സിറപ്പ് ഒഴിക്കണേ, അവിടുന്ന് ഫ്രൂട്ട്സ് ഫില്ലിങ് നടക്കുന്നു. ആകുമ്പോൾ ഓരോ ഫ്രൂട്ട്സും മാറി മാറി വന്നുകൊണ്ടിരിക്കുകയാണേ. എല്ലാ സാധനങ്ങളും തന്നെ കേട്ടോ. ഇട്ടോ വേണ്ടിട്ടാടാ. ഇവിടെ കണ്ട് ഒഴിച്ചു കൊടുക്കും. നമ്മുടെ ഫ്രൂട്ട് ജെല്ലി കേക്കിനുള്ള മിക്സ് ഇതേ നമ്മുടെ പാത്രത്തിൽ നമ്മൾ നിറച്ച് വെച്ചിട്ടുണ്ട്. ഇനി ഇതിനെ ചെറിയൊരു തണവിൽ കൊണ്ടുപോയി നമുക്ക് തണുപ്പിച്ചെടുക്കണം. തണുത്ത് കഴിയുമ്പോൾ കാണിച്ചു തരാം മുതൽ എങ്ങനെയുണ്ടെന്ന്. അങ്ങനെ മക്കളെ ഇതേ നമ്മളുടെ ഐറ്റം നമ്മൾ തണുപ്പിച്ച് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇവനെ മറച്ചിട്ട് നോക്കണം എന്താണ് അവസ്ഥ. ഇപ്പോൾ ഇതേ മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ ഫ്രൂട്ട്സും കാര്യങ്ങളൊക്കെ മുകളിൽ ഇങ്ങനെ വന്ന് നല്ല സെറ്റായി നല്ല കട്ടിയായിട്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഇവനിനി നമുക്ക് മറച്ചിട്ട് നോക്കിയാലോ. അപ്പോൾ ഇതേ നമ്മളിനി മറയ്ക്കാൻ പോവുകയാണ്. എന്തുണ്ടാവണമെന്ന് നമുക്ക് അറിയില്ല കേട്ടോ. അപ്പോൾ മറയ്ക്കുമ്പോൾ ഒരു സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് നമ്മൾ തട്ട് വെച്ചത് മൂടിയിട്ടാണ് മറയ്ക്കാൻ പോകുന്നത്. അപ്പോൾ ഈ തട്ട് വെച്ച് മക്കളെ പിടിച്ചോ, ഒറ്റ മറാട്ടാ. എങ്ങടെ മറയ്ക്കുന്നേ? 1 2 3 മക്കളെ മറച്ചു. അല്ല എങ്ങടാണ് തള്ളു തള്ളു വിട്ട് 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 വലി 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 അവനുണ്ട് അങ്ങനെ നോക്കിക്കോ. ഇങ്ങനെ കുലുക്കി നോക്കി ഭയങ്കരമായിട്ട് കുലുക്കണ്ട, ചിലപ്പോ വിട്ടുപോകും. ഒരേപോലെ പോകട്ടാ, അല്ലെങ്കിൽ ഒരു സൈഡിൽ നിന്ന് മാത്രം. ഓ പടിപൊളി. ദേ നോക്കിയേ നമ്മുടെ ഐറ്റം സെറ്റായിട്ടിരിക്കുകയാണ്. അപ്പൊ ഇനി പറഞ്ഞു നിൽക്കുന്നില്ല, നേരെ നമ്മുടെ കേക്ക് നമ്മൾ മുറിക്കുകയാണ്. എടാ മുറിക്കട്ടെ? ഓക്കെ, കേക്ക് കൈയടിക്കടാ. അടിപൊളി. എന്താ ബർത്ത്ഡേടാ നോക്കിയ നല്ല രസമായിട്ട് മുറിച്ചിട്ടുണ്ട് കേട്ടാ. ആയി ശരിക്കും ഇങ്ങനെ ജെല്ലിന്റെ കട്ട പോലെ കണ്ട. ഓ നോക്കി കേക്ക് എന്ത് രസമായിട്ടിരിക്കണ നോക്കിയാ. അമ്പോ പിന്നെന്താ, നമുക്ക് തകർക്കാം. ഇങ്ങനെ എടുത്താല. ആയി ഇതാടാ എല്ലാ ഫ്രൂട്ട്സും ഉണ്ട് കേട്ടാ. അല്ലുവ പോലത്തെ കഷണം 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 കണ്ടാ, എല്ലാ ഫ്രൂട്ട്സ് ഒക്കെ ആയിട്ട്. ഓ അടുത്ത പ്ലേറ്റ് എടുക്കാറായിരുന്നു മോനെ. അടുത്ത പ്ലേറ്റ് എടുത്തോടാ. വാവ്. എന്തായാലും നമ്മുടെ പിള്ളേർക്ക് എല്ലാവർക്കും ഉള്ള കേക്കിൻ്റെ പീസ് നമ്മൾ കട്ട് ചെയ്തിട്ടാണ് നീ എടുക്കാൻ പോണേട്ടാ. ഓ ഓക്കെ, തെന്നിയുരുണ്ട് നേരെ നമ്മുടെ പ്ലേറ്റിലേക്ക്. അലുവ കഷണങ്ങൾ. ആർക്കാ വേണ്ടേ അലുവ കഷ്ണം? തേനാ പിടിച്ച മുന്നേ അലുവ കഷ്ണം നോക്കി, നല്ല അലുവ കഷ്ണം പോലെ കണ്ട. ഓ ഇത് കണ്ട, നല്ല മണം വന്നിട്ടുണ്ടല്ലേ. ഫ്രൂട്ട്സൊക്കെ അത്യാവശ്യം കുക്കായിട്ടുണ്ട്, നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. ഏതായാലും ഇനി കഴിച്ചു നോക്കാം അല്ലേ മക്കളെ? ഓരോ പീസ് എടുത്ത എല്ലാവരും. ഞാൻ ഇപ്പൊ കഴിച്ചിട്ട് പറയാട്ടോ. നോക്കി നല്ല രസമല്ലേ? ഓരോ ബൈറ്റിലും പല പല ഫ്രൂട്ട്സിന്റെ ടേസ്റ്റ്. എങ്ങനെയുണ്ട്? അല്ല ഒരു ബൈറ്റിൽ തന്നെ എല്ലാ ഫ്രൂട്ട്സും കിട്ടും. അടിപൊളി. നമ്മൾ മധുരം കുറവായിരിക്കും എന്ന് വിചാരിച്ചിരുന്നു, പക്ഷെ കറക്റ്റ് മധുരം.
സൂപ്പർ. ശരിക്കും ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ കളറുണ്ട് കയറിക്കണേ. കേക്ക് പോലെ തന്നെ ശരിക്കും ഒരു അലുവ കഴിക്കുന്ന ഫീൽ അല്ലേ. അപ്പോൾ മക്കളെ നമ്മുടെ ഫ്രൂട്ട് ജില്ലി കേക്ക് ഇനിയും ലെയർ ആയിട്ട് നമുക്ക് മുറിച്ചെടുക്കാറുണ്ട്. അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാനായിട്ട് നേരായി. നമ്മുടെ ഫ്രൂട്ട് ജില്ലി കേക്ക് നമ്മൾ പ്രതീക്ഷിച്ചതിനേക്കാൾ നല്ല ടേസ്റ്റ് ആയിരുന്നു. പിന്നെ ഫ്രൂട്ട്സിൻ്റെ കളറൊക്കെ നമ്മുടെ ആ ഒരു സിറപ്പ് ചൂടായതുകൊണ്ട് ഇപ്പോൾ കളർ ഇത്തിരി കുറഞ്ഞിട്ടുണ്ട്. പക്ഷേ ടേസ്റ്റിന് യാതൊരു പ്രശ്നമില്ല, നല്ല ടേസ്റ്റ് ആയിട്ട് ഇരിപ്പുണ്ട്. പിന്നെ മധുരമൊക്കെ നമ്മൾ ഇത്തിരി കുറവായിരിക്കും എന്ന് വിചാരിച്ചു, പക്ഷേ അടിപൊളി നല്ല മധുരമായിട്ട് നല്ല സൂപ്പറായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നമ്മുടെ ഇന്നത്തെ ഈ ഒരു ചെറിയ വീഡിയോ നമ്മുടെ വലിയ ലെവലിലുള്ള ഒരു ഫ്രൂട്ട് ജെല്ലി കേക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുകയാണ്. മക്കളെ നിങ്ങൾക്ക് ഇഷ്ടമായില്ലേ? വാരി ഇന്ന് വയ്യാണ്ടാവും കുറെ കഴിക്കണേ. അപ്പൊ എന്തായാലും ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന. അപ്പോൾ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, വീഡിയോ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുമ്പോൾ നിങ്ങൾ അഭിപ്രായങ്ങൾ നിർദ്ദേശങ്ങളൊക്കെ വീഡിയോ കമന്റ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ മക്കളെ നല്ല വീഡിയോസുമായി നമുക്ക് വീണ്ടും കാണുന്ന പ്രതീക്ഷയിൽ ക്യാമറ പ്രവീൺ അതുപോലെ ടീം M4 ഇറ്റ്സ് മീ ജിയോ ജോസഫ് സൈനിങ് ഔട്ട്.